ഹലോ ഗായ്സ്, എൻ്റെ പേര് അബി എന്നാണ്. ഞാൻ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. ഞാനും എൻ്റെ കോളേജ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മളെ ട്രിവാൻഡ്രം നോർത്ത് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ ജേണി. അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ. എൻ്റെ കൂട്ടുകാരനാണ് കൊണ്ടാക്കിയത്. നമ്മളെ അടുത്ത കൂട്ടുകാരൻ ഗോപി ഇതേ അവിടെ നിൽപ്പുണ്ട്. ഗോപി ബാഗും തൂക്കി ഒരു മണിക്കൂർ കൊണ്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഗോപി, നമ്മൾ എങ്ങോട്ടാണ്? ബാംഗ്ലൂർ. അർജുൻ ബായ് ചേട്ടാ. അങ്ങനെ ഇതാ അടുത്ത കൂട്ടുകാരനും. ഇതാര് ഷൊട്ടയുണ്ടോ? ഷൊട്ടയുണ്ടാടേ? പുതിയ സംരംഭം. നീ എന്തിനു പറഞ്ഞ? നിനക്ക് ടിക്കറ്റ്? നീ പിന്നെ വണ്ടി എടുത്തോണ്ട് വരും. അപ്പോൾ നമ്മൾ ദാ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അല്ലേടാ? ഇവൻ വ്ളോഗ് എടുക്കണം എന്ന് അറിഞ്ഞപ്പോഴേ അവൻ നേരത്തെ കൂട്ടി വന്നേണ്, ഡ്രസ്സൊക്കെ ചെയ്ത്. ഇതാ നമ്മൾ ട്രെയിനിലോട്ട് കയറാൻ പോവുകയാണ്. വിഷ്ണു കിട്ടിയാടേ? ഇതാണ് നമ്മുടെ ട്രെയിൻ. നമ്മളിതാ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഗോപി ജനറലിലാണ്. നമുക്ക് മാത്രമേ കൺഫേം ആയുള്ളൂ അല്ലേ? ഗോപിക്ക് എറണാകുളത്ത് വെച്ചാണ് ടിക്കറ്റ്. അല്ലേടാ? RAC ആയില്ല? ആവും. വിഷ്ണു എന്താണ് പറയാനുള്ളത്? അയ്യോ, വിഷ്ണു ബിസിയാണ്. ഗോപിക്ക് ജനറൽ ലൈൻ കട്ട്. എടാ, ഗോപിക്ക് ജനറൽ കിട്ടിയെന്ന്. ഓക്കെ, ചിരിപ്പിക്കാതെ. അപ്പോൾ നമുക്ക് ഗോപി ട്രെയിൻ എടുത്തതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ തുടങ്ങാം. അല്ലേടാ ഗോപി? ഓക്കെ, അങ്ങനെ ഞങ്ങൾ ട്രെയിന് എടുത്തിട്ടുണ്ട്. ട്രെയിനിൽ ഇരുന്ന് തന്നെ പെസ് കളിക്കുകയാണ്. അവൻ്റെ വിചാരം അവൻ വലിയ പ്ലെയർ എന്നാണ്. പക്ഷേ കളിയൊന്നും അടിച്ചാടേ? ഗോൾ വല്ല അടിച്ചാടേ? അടിച്ച് കീച്ചല്ല. ഫസ്റ്റ് കോൾ അറ്റ് ₹1 വൈബിലി പ്രിയ മായ അശ്വതി. കേക്കണ്ട. അങ്ങനെ ഞങ്ങൾ മൺറോത്തുരുത്തിലൂടെ ഒരു യാത്രയായി പോവുകയാണ്. അതാ വിഷ്ണു പ്രകൃതി ഭംഗികളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. ഇനി വിഷ്ണുവിൻ്റെ കുറച്ച് ലീലാവിലാസങ്ങളുമായി അടുത്ത വീഡിയോയിലോട്ട് വരാം. വിഷ്ണു അങ്ങനെ ഭ്രാന്തെടുത്ത് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തുണ്ട് വിഷ്ണു? അസാങ്കോട്ടെത്തി. നമ്മൾ യാത്രയുടെ ഒരു 15% കഴിഞ്ഞിരിക്കുന്നു. കൊറോണ തവാനിരിക്കുന്നു. ജയ് മകൾമതി. മിക്കവാറും അടികളൊക്കെ കിട്ടും അടുത്ത സ്റ്റേഷനിൽ. അങ്ങനെ ഞങ്ങളുടെ യാത്രകളൊക്കെ തുടങ്ങവേ വിഷ്ണുത ഏകദേശം തൂങ്ങി തട്ടിയിരിക്കുന്നു. അവനൊട്ടും വയ്യ, ഒന്നും കഴിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. ട്രെയിനിൽ നിന്ന് പോലും ഫുഡ് വാങ്ങിച്ച് കഴിക്കാത്ത ഒരു പാർട്ടിയാണ്. ഇവിടുന്ന് ബാംഗ്ലൂർ വരെ എങ്ങനെ പോകുന്നുണ്ടോ. നമ്മളിതാ അമ്പലപ്പുഴ നിർത്തിയിട്ടേക്കാണ് ട്രെയിന്. അല്ലേടാ വിഷ്ണു?
ദൈവത്തിന് അറിയാം നേരം വെളുക്കുമെന്ന് തോന്നി. ഹർത്താലൊന്നും ട്രെയിൻ വിളിച്ചിട്ടേക്ക്. പോടങ്ങി ഗോപി സീറ്റ് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ്. ഇതുവരെ ജനറലിലിരുന്ന് മടുത്ത് അല്ലേടാ ഗോപി? വിഷ്ണു എന്തോ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്തോന്നാണെന്ന് അറിഞ്ഞൂടാ. ഇടയ്ക്ക് മുഖത്ത് ചിരിയൊക്കെ കാണാം. ആരൊക്കെ മെസ്സേജൊക്കെ അയക്കുകയാണ്. അതേപോലെ തന്നെ ഗോപിയും ഉറക്കക്ഷീണത്തിലാണ് ഗോപി. എന്നാലും ഗോപി ചിരിക്കും. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ബാംഗ്ലൂർ വെച്ച് കാണാം. ഓക്കെ. അങ്ങനെ നമ്മുടെ നീണ്ട ഒരു ഉറക്കത്തിന് ശേഷം നമ്മൾ കർണാടക കയറിയിട്ടുണ്ട്. ഗുഡുപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പം. ഇനിയും ഇവിടെ നിന്നൊരു 1-1.25 മണിക്കൂറുണ്ട് ബാംഗ്ലൂർ എത്താൻ വേണ്ടി. അവിടുത്തെ സ്ഥലങ്ങൾ ഇത് ഔട്ടർ സൈഡാണ്. ഔട്ടർ സൈഡ് ഇനിയൊരു അരമണിക്കൂറും കൂടെ ഉണ്ട് അവിടെ എത്താൻ. അങ്ങനെ ഗോപിയെ രാവിലെ തന്നെ വിളിച്ചെണീപ്പിച്ച് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഉറങ്ങാം. അടുത്തത് വിഷ്ണുവിനെ വിളിച്ചതും വിഷ്ണു കലിപ്പിലാണ്. വിഷ്ണു രാവിലെ വിളിച്ചെണീപ്പിച്ചുകൊണ്ട് കലിപ്പിലാണ്. അങ്ങനെ നമ്മളിതാ ബാംഗ്ലൂരിലേക്ക്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. മെയിൻ സ്റ്റേഷൻ അല്ല, എന്നാലും മെയിൻ സ്റ്റേഷൻ കേസാറാടെ. ഓക്കെ, നമ്മൾ വന്ന ട്രെയിനിൽ പോവുകയാണ്. ബൈ. ഗോപി യൂബർ നോക്കി ഒരു വഴിയായി അല്ലേടാ ഗോപി? യൂബർ നോക്കി ഒരു വഴിയായിരുന്നു. പ്രകൃതി ആസ്വദിച്ച് നടന്ന് 5 കിലോമീറ്റർ പോകണം അല്ലേടാ? അല്ലടാ വിഷ്ണു? വീടെത്താൻ വേണ്ടിയാ. ഗോപി ഇതുവരെ നടന്ന് എത്തിയിട്ടില്ല. അവിടം വെച്ചേ പറയണം. ഇപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് 1 മണിക്കൂറായി. ഇവർ നടത്തി കൊല്ലേ ഉള്ളൂ. വേറെ ഒരു ലക്കും ലെവലും ഇല്ലാതെ അങ്ങ് പോണ്. അല്ലടാ ഗോപി? ഇപ്പം എത്തും. ഇത് പറയാൻ തുടങ്ങിയിട്ട് 20 മിനിറ്റായി. അങ്ങനെ ഒടുവിൽ 1 മണിക്കൂറത്തെ പ്രയാണം കഴിഞ്ഞ് വീടെത്തിയിട്ടുണ്ട്. വണ്ടി എത്തേടേ? ഒരു മനസാക്ഷി ഇല്ലാത്തമാറാ. വണ്ടി ഇവിടെ നിൽക്കുന്ന കൊണ്ട് മാറ്റി വെക്കണമെന്നുള്ള ബോധം പോലും ഇല്ല. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് വിഷ്ണു? വിഷ്ണു, ഇൻഡിക്കേറ്റർ രണ്ടും കാണാനില്ല. ഏതാ വീട്? ഏതാ? ബാക്കി വിശേഷങ്ങൾ നമ്മൾ വീടിനകത്തെത്തിയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വിഷ്ണുവിൻ്റെ റൂം. അത് കിച്ചൺ. ഇതാ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യണം പയ്യെ. ശല്യപ്പെടുത്തുന്നില്ല. ഓക്കെ. അങ്ങനെ നമുക്ക് ഗോപിയുടെ റൂമിലോട്ട് പോകാം. പക്ഷേ ഗോപിയെ വിളിച്ചിട്ട് ഗോപിയെ വിളിച്ചിട്ട് ഗോപി കേൾക്കുന്നില്ല, ഗോപി തുറക്കുന്നില്ല. അപ്പം നമുക്കിനി കഴിച്ചിട്ട് വരാം. ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ ഗോപി? അതെ. പനീർ ദോശ ഗോപി പറയണത് കൊള്ളാമെന്നാണ് പറയണത്. പക്ഷേ കഴിച്ചു നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഗോപി? നമ്മളിതാ കഴിച്ചിട്ട് നേരെ വീട്ടിലെത്തിയപ്പം ഒരുത്തിന് എന്തോ പറ്റി കിടക്കണം. എന്തോ പറ്റി? എന്തിനു പറ്റിയാ പറ? ലവ് ഫെയിലിയർ ആണോ? രാത്രിത്തെ കാര്യം ആലോചിച്ച് തലവേദന എടുക്കുന്നു. ഇന്ന് രാത്രി നടക്കാൻ പോണ കാര്യം ആലോചിച്ച് അതുകൊണ്ട് റെസ്റ്റ് എടുക്കുന്നു. അതിന് ചെറിയ ഷോർട്ട് ബ്രേക്ക് അതല്ലേ? ഷോർട്ട് ബ്രേക്ക്. നാളെ മറ്റന്നാളെയൊന്നും റെസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഇനി ആകെ റെസ്റ്റ് ശനിയാഴ്ചയുള്ളൂ. 5-ാം തീയതി നമ്മളിവിടെ നിന്ന് പോവാണ്. അന്നേ ഉള്ളു റെസ്റ്റ്. ഓക്കെ. നമ്മളെ ബാംഗ്ലൂരിലെ വീഡിയോ അടുത്ത എപ്പിസോഡുമായിട്ട് വരികയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെങ്കിൽ ബെൽ ബട്ടണൊക്കെ അടിച്ചങ്ങ് പൊട്ടിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ.